ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഇന്ന് കോടതി വിധി പറഞ്ഞേക്കുമെന്നാണ് വാർത്ത. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ, ചികിത്സിച്ച ഡോക്ടേഴ്സ് തുടങ്ങി 70-ലധികം സാക്ഷികളെയാണ് ഈ കേസിന്റെ ഭാഗമായി വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് ഡോക്ടർ വന്ദനാദാസിന്റെ വീട്ടിൽ നിന്നും തത്സമയം ചെയ്യുന്നുണ്ട്. അമൃത, ഈ പറയുന്നത് പോലെ കേരളം ഒരുപാട് ചർച്ചയാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. എന്തായാലും അതിലെ കേസിലെ വിധി ഇന്ന് വരികയാണ്. ടോബി, അവിടെ വീട്ടിലാണ് ഉള്ളതെന്നറിയാം, മാതാപിതാക്കൾ അവിടെ ഉണ്ട്, സ്വാഭാവികമുണ്ടെന്നറിയാം. എന്തായാലും പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ്. വിസ്താരമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ വിധി ഇന്നുണ്ടാകുന്നൊരു സൂചനയാണ് ലഭിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഇന്നുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, കാരണം വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ 2023 മെയ് 10 അന്ന് നടന്ന സംഭവങ്ങൾ ഈ ഒരു കുടുംബത്തെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. എങ്ങനെ ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം നമ്മുടെ ആശുപത്രിയിൽ നടന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അതിന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കുമുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ വന്ദനയുടെ അച്ഛൻ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാള് കോടതി വ്യവഹാരങ്ങളുമൊക്കെയായി നടക്കുകയായിരുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. യാതൊരുവിധ പ്രകോപനമില്ലാതെ എൻ്റെ മകളെ ഡോക്ടർ എന്ന രീതിയിൽ 2023 മെയ് 10 രാവിലെ 4 മണിക്ക് ശേഷം പോലീസുകാരും നാട്ടുകാരും എല്ലാവരുടെ കൊണ്ടുവന്ന ഒരു അക്രമി കൊച്ചിനെ 27ഓളം പ്രാവശ്യം വലിയ കത്തി വേട് തലയിലും മുഖത്തും കടന്നു വെച്ച് മാരകമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം കുട്ടിനെ ഓടി നടന്ന് എല്ലാവരെയും സഹായത്തിന് വിളിച്ചിട്ട് ആരും ഒരു സഹായം ലഭിച്ചില്ല. അതിനുശേഷം ഈ പറഞ്ഞേക്കുന്ന മോളെ അകത്തിട്ടച്ച് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടറും മറ്റുള്ളവരെല്ലാവരും കൂടെ ഷട്ടർ അടച്ച് ഓടിപ്പോയതായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്കറിയത്തില്ല കാര്യങ്ങൾ. അതിനുശേഷം എല്ലായിടത്തും ചെന്ന് എല്ലാ മുറികളിൽ നിന്ന് തട്ടി പിടിച്ചിട്ട് പോലും കൊച്ചിനെ ആരും തുറന്നകത്ത് കയറ്റാനായിട്ട് സാധിച്ചില്ല. ഓവർ ടൈം ഡ്യൂട്ടി, വേറെ 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ വീണ്ടും ഒരു കുട്ടിയുടെ ജോലി ഏറ്റെടുത്ത് സഹായിക്കാൻ ചെയ്തതാണ് ഈ വിഷയം ഉണ്ടായത്. വളരെ മാരകമായിട്ട് ലോകത്തുള്ള 4 മണിക്കൂറോളം വേദനകൾ മുഴുവൻ സഹിച്ചാണ് എൻ്റെ കൊച്ച് കൊല്ലപ്പെട്ടത്. അതിന് നീതിന്യായ വ്യവസ്ഥ ഇത് അനുശാസിക്കുന്ന അപൂർവമായിട്ട് മാത്രം ഉള്ള ഒരു കേസായിട്ട് ജനങ്ങൾ ഇതിനെ കണക്കാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഏറ്റവും ഉയർന്ന ശിക്ഷ പ്രതിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇതിൻ്റെ തുടക്കത്തിൽ അന്വേഷണത്തിലൊക്കെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായി പറഞ്ഞു. അതിനുശേഷം അന്വേഷണത്തിലും തുടർന്ന് കോടതിയിലേക്ക് വരുമ്പോഴും ഇതെല്ലാം കൃത്യമായി തന്നെ നടന്നുവെന്ന് അത് നോക്കിക്കണ്ട് അടുത്ത് ഓരോ ഘട്ടത്തിലും താങ്കൾ അതോടൊപ്പം ഉണ്ടായിരുന്നു, ഈ കോടതിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്? ഇപ്പോൾ 72ഓളം സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തൊണ്ടിമുതലുകളും അതിനനുസരിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നു. നിലവിൽ പോലീസിൻ്റെ FIS പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ട്. വളരെ കേസിൻ്റെ നിലവിലെ കാര്യങ്ങൾ നന്നായിട്ട് പോകാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിലുപരി ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക അദ്ദേഹത്തിൻ്റെ ടീമും വളരെ ആത്മാർത്ഥമായിട്ട് 2 വർഷത്തിലധികമായിട്ട് ഇതിനു വേണ്ടി പുറകെ കടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെയധികം നന്ദിയോടെ കൂടി ഓർത്തുകൊള്ളുന്നു. ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ചിലത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. ഈ ഒരു കോടതി വിധിയോടുകൂടി അതിനും ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് എൻ്റെ മോള് കൊല ചെയ്യപ്പെടുന്നത് 2023 മെയ് 10 ബുധനാഴ്ചയാണ്. ഈ വിഷയത്തിന് ശേഷം അടുത്ത ബുധനാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് 17-ാം തീയതി ഇങ്ങനെ മെഡിക്കൽ ബില്ല് ഗവൺമെൻറ് പാസ്സാക്കി. അത് ആശുപത്രി സംരക്ഷണ ബില്ല് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിന് നാളെ ഇതുവരെ ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നീതി ലഭിക്കുമെന്ന് ഈ വിധിയിലൂടെ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ പലരും കൊല ചെയ്യപ്പെട്ട ഡോക്ടർമാർ ഇത് ഇങ്ങനെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന ഒരു പ്രതി ഇത്രയും പേരുടെ 10-20ഓളം ആളുകൾ ഈ സംഭവത്തുണ്ടായിരുന്നു. അവരാരും ഇതിന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയോ മറ്റൊന്നും പ്രവർത്തിച്ചില്ല എന്ന് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്.
മറ്റൊരു കാര്യം, ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ജാമ്യത്തിന് വേണ്ടി മേൽക്കോടതികളിൽ പോകുന്നു. അതുപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടന്നില്ലേ? അതൊക്കെ ഈ വിചാരണ വേളയിൽ കോടതി വിശദമായി പരിശോധിച്ചു. തീർച്ചയായും ഈ പ്രതി ഈ ഹൈക്കോടതിയിൽ പല പ്രാവശ്യം മൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വിചാരണ നിർത്തിവെക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി പോയിട്ട് പോലും സുപ്രീം കോടതി വേറെ ഒരു വലിയ ടീമിനെ, ഒരു ഡോക്ടർമാരുടെ വലിയ ടീമിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് ഡയറക്ഷൻ കൊടുത്തു. അതുപ്രകാരം ഗവൺമെൻറ് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വലിയ പ്രമുഖന്മാരെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡ് രൂപീകരിക്കുകയും ആ ബോർഡ് ഇദ്ദേഹത്തെ 15 ദിവസത്തോളം അടുത്ത് അവരുടെ കസ്റ്റഡിയിൽ വാങ്ങി അവരതിന് ഫലപ്രദമായി ചോദ്യം ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രതിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളോ വിഭ്രാന്തികളോ അസുഖങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തന്നെ അത് പറയുന്നില്ല. യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ വരുംവരായെക്കുറിച്ച് വളരെ കൃത്യമായി നല്ല ഉള്ളതാണ് എന്നും ഇദ്ദേഹം ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമായി തന്നെ കോടതി ഇതിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളൊക്കെ പോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹവും ഭാര്യയും അല്പസമയത്തിനുള്ളിൽ തന്നെ കൊല്ലത്തേക്ക് കോടതിയിലേക്ക് പോകും. ഈ വിധി കേൾക്കാൻ അവിടെ ഉണ്ടാകും. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവം ഈ ഒരു കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് ഒത്തടങ്കം ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ആ കേസിൽ നിർണായകമായിട്ടുള്ളൊരു വിധിയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും വരാൻ ഇരിക്കുന്നത്. എന്തായാലും ആ വിധി കാത്തിരിക്കുകയാണ്. അത് കേൾക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്നും ഇരുവരും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ തിരിക്കും. യെസ്, എന്തായാലും ആ സംഭവം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അന്നുണ്ടായ സംഭവം, അതിന് പിന്നാലെ സഹപാഠികളും ഒക്കെ നടത്തിയ സമരങ്ങളും ഈ വലിയ ആവശ്യമായി അത് പിന്നീട് മാറുകയും ചെയ്തു. അതായത് ഈ പറയുന്നത് പോലെ ആശുപത്രിയിലെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ പൊതുസമൂഹം നടത്തിയതൊക്കെ ആ സംഭവത്തിന് ശേഷമാണ്. എന്നാലും ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് ഒരിക്കൽ കൂടി ഓർമ്മകളിൽ നിറയുകയാണ്. ഇന്ന് കോടതിയിൽ നിന്നും എന്താണ് വിധി ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.